വിവരങ്ങൾ നൽകിയത്. പാലക്കാട് അട്ടപ്പാടിയിൽ പരിക്കുകളോടെ പിടികൂടിയ പുലിയെ വിദഗ്ധ ചികിത്സയ്ക്കായി ധോണിയിലെത്തിച്ചു. സ്വകാര്യ സ്ഥലത്ത് നിന്നും പിടികൂടിയ പുലിയെ സൈലന്റ് വാലിയിൽ വിടുമെന്നാണ് വനംവകുപ്പ് അറിയിച്ചിരുന്നത്. എന്നാൽ കഴുത്തിലെ പരിക്കുകൾ കാരണം കൂട്ടിലിട്ട് ചികിത്സ നൽകുകയായിരുന്നു. നിഖിൽ പ്രമേഷ് പാലക്കാട് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. നിഖിൽ, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? വേണു, കഴിഞ്ഞ ദിവസമാണ് പുളിയപ്പതിയിൽ ഇത്തരത്തിൽ അവശ നിലയിൽ ഒരു പുലിയെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ടായത്. തുടർന്ന് വനവകുപ്പ് അതിനെ വല ഉപയോഗിച്ച് പിടികൂടുകയായിരുന്നു. അതിനെ കാര്യമായി തന്നെ പരിക്കേറ്റിരുന്നു. അതായത് ഈ പുലിയുടെ കഴുത്തിനാണ് പരിക്കേറ്റത്. വനത്തിൽ വെച്ച് വന്യമൃഗങ്ങളുമായി ഉണ്ടായ എന്തെങ്കിലും തർക്കത്തിനിടയിലായിരിക്കും, അതായത് വന്യമൃഗങ്ങൾ തന്നെയുള്ള ആക്രമണത്തിലായിരിക്കും ഇതിന് പരിക്കേറ്റത് എന്നുള്ളതായിരുന്നു വനവകുപ്പിന്റെ വിലയിരുത്തൽ. ഇതിനെ തുടർന്ന് സൈലന്റ് വാലിയിൽ എത്തിച്ച് വിദഗ്ധ ചികിത്സ നൽകാൻ തീരുമാനിച്ചിരുന്നെങ്കിലും അതിന് പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല. ഇതിനിടെ അല്പം പുലിയുടെ ഒരു ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതിനെ തുടർന്നാണ് ഇപ്പോൾ ധോണിയിലേക്ക് പുലിയെ മാറ്റിയിരിക്കുന്നത്. ഇവിടെ വെച്ച് വിദഗ്ധ ചികിത്സ നൽകാനാണ് തീരുമാനം. പൊമ്മിയമ്പടിയിലെ OP കൂട്ടിലിട്ട് ചികിത്സ നൽകി വരികയായിരുന്നു ഈ ദിവസങ്ങളിലെല്ലാം തന്നെ. ആരോഗ്യനില വഷളായതിനെ തുടർന്നാണ് ധോണിയിലേക്കോ അല്ലെങ്കിൽ സൈലന്റ് വാലിയിലേക്കോ മാറ്റാൻ കഴിയാതിരുന്നത്. എന്നാൽ ഇപ്പോൾ അല്പം ഈ പുലിയുടെ ആരോഗ്യനില മെച്ചപ്പെട്ട പശ്ചാത്തലത്തിലാണ് ധോണിയിലേക്ക് മാറ്റിയിരിക്കുന്നത്. ഇനി ഇവിടെ വെച്ചാണ് വിദഗ്ധ ചികിത്സ നൽകുക. നേരത്തെ സമാനമായ രീതിയിൽ കൊല്ലങ്കോട് വെച്ചൊരു പുലി പിടിയിലാവുകയും മയക്കുവെടി വെച്ചതിന് പിന്നാലെ ഈ പുലി ചത്തുപോകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വനംവകുപ്പ് വളരെ ഗൗരവത്തിലാണ് ഈ പുലിയെ കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു തരത്തിലുമുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാതിരിക്കാൻ, പുലി ചത്തുപോകാതിരിക്കാൻ വേണ്ടി മതിയായിട്ടുള്ള ചികിത്സ നൽകിക്കൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ പശ്ചാത്തലത്തിൽ തന്നെ തൃശ്ശൂരിൽ നിന്നുള്ള വെറ്ററിനറി ഡോക്ടർ ഡേവിഡ് അടക്കം എത്തി കാര്യമായിട്ടുള്ള ചികിത്സ ഇതിന് നൽകി പോരുകയായിരുന്നു. എന്തായാലും ഇപ്പോൾ പുലിയുടെ ആരോഗ്യനില അല്പം മെച്ചപ്പെട്ടിട്ടുണ്ട്, ഭക്ഷണം അടക്കം കഴിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിലാണ് ധോണിയിലേക്ക് എത്തിച്ചിപ്പോൾ വിദഗ്ധ ചികിത്സ പുലിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. ശരി, നിഖിൽ പ്രമേഷാണ് പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്.